ശരിക്കും ഒരു 10-12 വർഷം നീണ്ടു നിന്ന ഒരു ബന്ധം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വേദനയോ വിഷമോ ഇല്ലാതെ ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെ റിക്കവർ ആവാൻ കഴിയുന്നു എന്നതാണ് എൻ്റെ സംശയം. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പെട്ടെന്ന് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഒരാളുടെ കല്യാണ വീഡിയോ വരുവാണ്, അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ച് പറയുന്നത്, അതിന്റെ താഴെ ഒരു മെജോറിറ്റി കമന്റ്സ് ഇതായിരിക്കും: ഇത് ഏറി വന്ന 1 വർഷം 2 വർഷം എന്നുള്ള ഒരു കമന്റ് ആയിരിക്കും. കേരളത്തിൽ ദിനം പ്രതി എത്രയോ സാധാരണക്കാരുടെ വിവാഹമോചനങ്ങൾ നടക്കുന്നു. അവരാരും ഇതൊന്നും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും ആരും അറിയപ്പെടുന്നില്ല, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. തങ്ങളുടെ സ്വകാര്യ ജീവിതം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിരന്തരം കാണിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ മാത്രം ജനങ്ങൾ ഇടപെടരുത് എന്ന് പറയാൻ സാധിക്കുമോ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സമകാലിക കേരളത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ആ ഒരു വിഷയത്തിൽ ഇനിയും വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. എങ്കിലും ചില പുതിയതായിട്ട് വരുന്ന ന്യൂസുകൾ കാണുമ്പോൾ ചെയ്തു പോവുകയാണ്. അതായത് ജീവയുടെയും അപർണയുടെയും ഡിവോഴ്സ് വിഷയം. അതായത് ഇവരുടെ വിവാഹമോചന പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കകം തന്നെ വളരെ ആഹ്ലാദഭരിതമായിട്ട് ഓണം ആഘോഷിക്കുന്ന ജീവയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും ഒരു 10-12 വർഷം നീണ്ടു നിന്ന ഒരു ബന്ധം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വേദനയോ വിഷമോ ഇല്ലാതെ ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെ റിക്കവർ ആവാൻ കഴിയുന്നു എന്നതാണ് എൻ്റെ സംശയം. അതോ ഇതെല്ലാം പുറമേ കാണിക്കുന്ന ഒരു പ്രഹസനം മാത്രമാണോ? ഇത്രയും നാൾ ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് കിടന്ന് ഉറങ്ങിയ വ്യക്തി പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. മരണം സംഭവിക്കുമ്പോൾ പോലും തിരിച്ചു വരില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ പതുക്കെയാണെങ്കിലും അംഗീകരിക്കും. എന്നാൽ ജീവിച്ചിരിക്കുന്ന നാം ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് അകന്നു പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഏതൊരു മനുഷ്യനും കുറച്ച് സമയമെടുക്കും. ഉറക്കം നഷ്ടപ്പെടും, ആഹാരം കഴിക്കാൻ തോന്നാതിരിക്കും. എന്നാൽ ഇത്ര പെട്ടെന്ന് ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് പല സംശയങ്ങളുമാണ് തോന്നുന്നത്. ഈ ഒരു അവസരത്തിൽ ആ ഒരു പോസ്റ്റെങ്കിലും ഒഴിവാക്കാമായിരുന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ യൂട്യൂബറായ അസ്ലാം മാർലി ചില സുപ്രധാനമായ കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ഒരുപാട് ദിവസമായി, അല്ലെങ്കിൽ ഒരുപാടായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇന്നാന്ന് തോന്നുന്നു അതിനുള്ള ഏറ്റവും കറക്റ്റ് ദിവസം എന്ന് പറയണത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഡിവോഴ്സ് എന്നുള്ളത് ആരുടെ ലൈഫിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും. ഇന്ന് സന്തോഷത്തിലായിട്ട് നാളെ എന്തെങ്കിലും ഒരു എന്തൊരു റീസൺ വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒന്നേ ഉള്ളൂ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോൾ നടക്കുന്നു എപ്പോൾ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ആരുടെയും ജീവിതത്തിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വല്ല ഫിലിം ആക്ടേഴ്സ് ഇവരുടെ ഡിവോഴ്സ് വരുമ്പോൾ മാത്രം ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും സന്തോഷം അല്ലെങ്കിൽ കളിയാക്കാനും തോന്നുന്നത്? ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷെ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് ഒരു ബ്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ജെന്യൂനായിട്ട് വിഷമം തോന്നെങ്കിലും ഇതിൽ വിഷമം തോന്നേണ്ട പോലും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് 2 വ്യക്തികൾ തമ്മിൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വിഷമിക്കേണ്ട അവർ ആവശ്യം വരുന്നില്ല. കാരണം ആ വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ എന്താ ഗോ ത്രൂ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. പലർക്കും ഇത് ആഘോഷമാണ്. എന്നാൽ ഇതിന്റെ മറുവശം നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഈ ചർച്ചകൾ ഉണ്ടാകുന്നത്? അതായത് തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രണയവും എല്ലാം വ്ളോഗിങ്ങിലൂടെയും റീൽസിലൂടെയും ഇവർ തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അങ്ങനെ തങ്ങളുടെ സ്വകാര്യ ജീവിതം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിരന്തരം കാണിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ മാത്രം ജനങ്ങൾ ഇടപെടരുത് എന്ന് പറയാൻ സാധിക്കുമോ? ജീവയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് അവരുടെ ഒരു ബാധ്യതയാണ്. കാരണം കേരളത്തിൽ ദിനം പ്രതി എത്രയോ സാധാരണക്കാരുടെ വിവാഹമോചനങ്ങൾ നടക്കുന്നു. അവരാരും ഇതൊന്നും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും ആരും അറിയപ്പെടുന്നില്ല, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ കയ്യടി ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ വീഴ്ചകളിൽ ജനങ്ങളുടെ വിമർശനത്തെയും ചോദ്യങ്ങളെ നേരിടാൻ ബാധ്യസ്ഥരാണ് എന്ന യാഥാർത്ഥ്യം നാം മറക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? പക്ഷെ പറയാനുള്ളത്,
എന്തിനാണിത് സെലിബ്രേറ്റ് ചെയ്യണേ? കുറെ ആൾക്കാർക്ക് കുത്തി നോവിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെയല്ലേ റിയൽ അല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ കാണുന്ന സിനിമ ആൾക്കാരും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ അവരെന്ത് ഹാപ്പി ആയിരുന്നു? ഇതൊന്നും കണ്ട് നിങ്ങൾ തുള്ളരുത്. എന്തൊക്കെയായിരുന്നു ഇവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരുന്നത്, എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു സാധനം. ഇതൊക്കെ ഞങ്ങൾ മുന്നേ പ്രെഡിക്റ്റ് ചെയ്തതാ. അത് ശരിയാട്ടോ. ഒരാളുടെ കല്യാണ വീഡിയോ വരുവാണ്, അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ച് പറയുന്നത്, അതിന്റെ താഴെ ഒരു മെജോറിറ്റി കമന്റ്സ് ഇതായിരിക്കും. ഇത് ഏറി വന്ന 1 വർഷം 2 വർഷം എന്നുള്ളൊരു കമന്റ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക്. എന്റെ കല്യാണത്തിന്റെ വീഡിയോക്ക് പോലും ഇപ്പോഴും ഒരു ഷോർട്സ് ഇപ്പോഴും അത് റീച്ച് പോയിക്കോ. എനിക്കറിയില്ല കേട്ടോ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ്, 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഷോർട്സ് ഭയങ്കര റീച്ച് പോകുന്നത്. ഞാനും അംജുക്കും നിക്കാഹ് കഴിഞ്ഞ് പോണ ഒരു വീഡിയോക്ക് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് നിക്കാഹ് കഴിഞ്ഞു പ്രാർത്ഥിക്കണമല്ല. ഇനി ഇപ്പോഴും വരുന്നുണ്ട് ഇവൻ ഫ്രോഡാണ്, ഇവള് ഇത് തെറ്റി പിരിഞ്ഞ് പോകും എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും കൂടിയും കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഷോർട്സിന്റെ കമന്റ് അത് പോട്ടെ, അത് മാറ്റി വെക്കിടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ജഡ്ജ്മെന്റിലാവുന്നത്? സാധാരണക്കാർ ഇത് ആരുടെ ജീവിതത്തിലും വേണമെങ്കിൽ സംഭവിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പൊ എന്റെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയി അല്ലെങ്കിൽ അത് ഫേമസ് ആയി അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ടാണ് അത് ഡിവോഴ്സ് ആയി എന്ന് അറിയണത്. എത്രയോ സാധാരണക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ളവരും സാധാരണക്കാരാണ്. ഞാൻ സാധാരണക്കാരെന്ന് ഇവിടെ എടുക്കാനുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത വളരെ പേഴ്സണൽ ലൈഫ് കൊണ്ട് നടക്കുന്ന നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ പോലെ എത്രയോ പേർക്ക് ഡിവോഴ്സ് നടക്കുന്നുണ്ട്. എത്രയോ പേര് വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, തമ്മിലടി നടക്കുന്നുണ്ട്, ചീത്തവിളി നടക്കുന്നുണ്ട്, ഡിവോഴ്സസ് നടക്കുന്നുണ്ട്, അടിച്ചുപിരിയൽ നടക്കുന്നുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് സെലിബ്രിറ്റീസിന്റെ വീട്ടിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സിന്റെ വീട്ടിലും മാത്രമാണോ നടക്കുന്നത്? നിങ്ങളെപ്പോലെ തന്നെ സാധാ മനുഷ്യന്മാരാണ് ഇവരും എന്നല്ല എല്ലാവരും, ഞാനും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സാധാ ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് പ്രശ്നം വേണമെങ്കിലും നടക്കാം. ഇതിപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ഒരാളെ വെച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫാമിലീസിൽ മാത്രം ഒതുങ്ങി കൂടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ ആവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരെ തെറി വിളിക്കും, നീ അങ്ങനെയല്ലേ ഇങ്ങനെ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു 2 ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ സംഭവിക്കും. അപ്പോൾ പിന്നെ ഒരു ടീമാവും അവിടെ ചീത്ത വിളി നടക്കും. പിന്നെ ഇന്നിപ്പോ ഞാൻ ഈ പോസ്റ്റ് എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പേരുകളോ അല്ലെങ്കിൽ ഈവൻ ക്യാപ്ഷനിലും ടൈറ്റിലും തംബ്നെയിലും പോലും എനിക്ക് അങ്ങനെ ഒരാളുടെയും പേരുകൾ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇതിന് മാത്രം നടക്കുന്ന ഒരു കാര്യം. നാളെ നിങ്ങളെ വീട്ടിലും സംഭവിക്കാതിരിക്കട്ടെ. നാളെ നിങ്ങളെ വീട്ടിലും സംഭവിച്ചേക്കാം. അത് നിങ്ങൾ വല്ല സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നാണോ? അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും, ഭയങ്കര പോലെയായിരിക്കും. കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോഴാവും പല 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 പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം. കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതി വരെ മനുഷ്യന്മാരാണ് മാറും. പിന്നെ ഈ കല്യാണത്തിന് മുമ്പുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും തേനും പാലും പോലെ മധുരിക്കുന്നതാണ്. പക്ഷേ സ്നേഹം വാരിക്കോരി നൽകുന്ന കാലം ഒരു പക്ഷേ സ്വന്തം ജീവനേക്കാൾ ആ ഒരു പാർട്ണറെ സ്നേഹിച്ചേക്കാം. എന്നാൽ വിവാഹം കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ പ്രാരാബ്ദങ്ങൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. സാമ്പത്തിക ബാധ്യതകൾ, പുതിയ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചെലവുകൾ, ഇവയെല്ലാം മനുഷ്യനെ വല്ലാതെ ഞെരുക്കം. സിംഗിളായി യാതൊരു ബാധ്യതയും ഇല്ലാതെ ജീവിച്ചിരുന്ന സമയത്ത് ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതവിടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് മുമ്പ് നൽകിയിരുന്നത് പോലെ സ്നേഹവും സമയവും പങ്കാളിക്ക് നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാ പങ്കാളികളും ഇത് മനസ്സിലാക്കണമെന്നില്ല. ഈ ഒരു കാരണം പതുക്കെ അവിടെ അകൽച്ചകൾക്ക് കാരണമാകും. ഈ അകൽച്ചയാണ് പിന്നീട് വലിയ വാക്ക് തർക്കങ്ങളിലേക്കും ഒടുവിൽ ഡിവോഴ്സിലേക്കും അല്ലെങ്കിൽ വേർപിരിയലിലേക്കും നയിക്കുന്നത്. ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സ് തുറന്നുള്ള ആശയവിനിമയമാണ്. ആവശ്യമെങ്കിൽ നല്ലൊരു കൗൺസിലറെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ഒരാളെ മീഡിയേറ്റർ ആക്കിയോ ഈ ഒരു സംഭാഷണം തുടരുക. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പെട്ടെന്ന് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇവിടെ കുട്ടികളില്ല, പക്ഷേ ചിലപ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ അവരുടെ ജീവിതം കൂടെയാണ് നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതും അവരുടെ ജീവിതം തന്നെയാണ് നമ്മൾ തകർക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ അവർ ഈ കാണിക്കുന്ന സന്തോഷങ്ങളും ആഡംബരങ്ങളും യാത്രകളും വെറും കോപ്രായങ്ങൾ മാത്രമാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ജീവയുടെയും അപർണയുടെയും വേർപിരിയലും അതിനുശേഷമുള്ള പ്രതികരണങ്ങളും ശരിയോ തെറ്റോ എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കണം. നമ്മൾ 2-3 വർഷം കഴിയുമ്പോൾ മാറും. വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രായം കൂടും, നമ്മുടെ മെച്യൂരിറ്റി ലെവൽ കൂടും, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും, എല്ലാം മാറും.
ഒരു വട്ടം ഇപ്പൊ ഞാൻ എന്റെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും ഞാൻ അതേ കാര്യം പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഞാൻ ഒരു മാസം മുന്നേ പറഞ്ഞ കാര്യം തന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ മാറ്റി പറയും. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുവാണ്. എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അതെന്താ നമ്മൾ ചിന്തിക്കാത്ത? പിന്നെ ഇനിയിപ്പോ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാര് ഇപ്പോ ഒരു കാര്യം, അവർ ഡിവോഴ്സ് ആണെന്ന് അനൗൺസ് ചെയ്യണേക്കാൾ മുന്നേ ഈ കാണുന്ന നമ്മള് ചകഞ്ഞെടുത്തിട്ടുണ്ടാവും കേട്ടോ, മുന്നേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചിലതൊക്കെ സത്യവും ചിലതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോസ് ഡിലീറ്റ് ആവുക, അല്ലെങ്കിൽ ഫോട്ടോസ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലാക്കും, പിന്നെ ആളെ കാണാതിരിക്കുമ്പോഴൊക്കെ കൂടുതലാവും. അങ്ങനെ എപ്പോഴും നമ്മൾ ഏതിടുന്ന വീഡിയോസിനും ഫോട്ടോസിലും, അതെനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ ഫോട്ടോസിനും വീഡിയോയിലൊക്കെ താഴെ കമന്റ് വരും, എന്ത് പറ്റി നിങ്ങൾ പിരിഞ്ഞോ എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയ ആൾക്കാരോ അവസാനം ഒരു പോസ്റ്റ് ഇടും, ഓക്കെ ഞങ്ങൾ വേർപിരിഞ്ഞു, ഞങ്ങൾ രണ്ടായി എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ പിന്നെ 2 വിഭാഗം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിത് പബ്ലിക്കിലാക്കണ്ടായിരുന്നു, ഇത് വെറും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ പോസ്റ്റ് ഇടേണ്ട ആവശ്യം, നിങ്ങൾക്ക് മൂവ് ഓൺ ആയാൽ പോരെ. എത്രയോ ചോദ്യങ്ങൾ വന്നിട്ട് എത്രയോ സഹി കെട്ടിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. കാരണം ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടരും ചിലപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ പോസ്റ്റിൽ 2 ഒരുപോലെ എഴുതിയിട്ടുണ്ടാവില്ല. അത് പിന്നെ തുലാസിൽ വെച്ചിട്ട് അളക്കും. ഇതിലേറ്റവും നന്നായിട്ട് എഴുതിയതാരാ, ഇതിലേതെങ്കിലും ഒരു ലൈൻ പിടിച്ചിട്ട് എന്തിനിപ്പോ അങ്ങനെ എഴുതി, അപ്പൊ ഇവിടെയാണ് മോശം തെറ്റ്. നമ്മൾ എന്തിന് ജഡ്ജ്മെന്റിലാവണം? നമുക്കറിയോ അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചേക്കണെന്ന്. പിന്നെ അസല പങ്കുവെച്ച ചിന്തകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഓണാശംസകൾ.